പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സിപിഎം നേതൃത്വത്തോട് വിയോജിപ്പുള്ള പ്രവർത്തകരെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്ത് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. സിപിഎം നേതാക്കളുടെ അനുമതിയോടെയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. ബോംബ് നിർമ്മാണത്തിലൂടെ നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് സിപിഎം ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ പാനൂരിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനുള്ളിൽ തന്നെ വലിയ വിമർശനമുയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ബോംബ് നിർമ്മാണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. അതിനാൽ തന്നെ സിപിഎം നേതൃത്വത്തിനെതിരെ വിയോജിപ്പുള്ള പ്രവർത്തകരെ പി.കെ. കൃഷ്ണദാസ് ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തു. അതിലൊരുപക്ഷെ സമാധാന കാംക്ഷികളായിട്ടുള്ള ഒരുപക്ഷെ ഒരു വിഭാഗം സിപിഎം നേതാക്കന്മാർ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും, അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങളവർ അത്തരം ആരെങ്കിലും സിപിഎമ്മിൽ ആരെങ്കിലും ഈ പാർട്ടി ഈ ബോംബ് നിർമ്മാണം നടത്തുന്ന സംസ്ഥാന വ്യാപകമായി കലാപം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന സിപിഎമ്മിന്റെ നേതൃത്വത്തിനെതിരായിട്ട് സിപിഎമ്മിനകത്ത് ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണം സിപിഎം നേതൃത്വത്തിന്റെ അനുമതിയോടെയാണെന്നും നാട്ടിൽ കലാപമാണ് സിപിഎം ലക്ഷ്യമിട്ടതെന്നും ബിജെപി ആരോപിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അറിവോടും അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് അത്യന്തം അപകടകരമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പാനൂരില് സിപിഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം പാനൂർ ബോംബ് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് സിപിഎം നേതൃത്വത്തിന്റെ ശ്രമം. ജനം, കണ്ണൂർ.